ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് മുട്ട വെച്ചിട്ടൊരു ഐറ്റം ചെയ്യാൻ പോവാം കേട്ടോ. ഞാനിതിനെ ബ്രെഡ് മുട്ട ബജ്ജി എന്ന് വിളിക്കുന്നുണ്ട്. കാരണം എനിക്കിതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. നമുക്ക് ആവശ്യമുള്ളതിന് ബ്രെഡും അതേപോലെ മുട്ടയും കൂടെയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ 3 മുട്ട എടുത്തിട്ട് കുക്കറിൽ വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു വിസിലടിച്ചാൽ മതി. പിന്നെ ഉള്ളത് ബ്രെഡ് ഇങ്ങനെ 4 പുറം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ വെന്തിട്ട് തണുത്ത വെള്ളത്തിലൊക്കെ ഇട്ടെടുത്തു. പക്ഷേ മുട്ട പുഴുങ്ങി വന്നപ്പോഴേക്ക് ഷേപ്പൊക്കെ മാറിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലത്തെ മഞ്ഞക്കരുമൊക്കെ പൊട്ടി വന്നിട്ട് പുഴുങ്ങിയതിൻ്റെ ഉള്ളിൽ മഞ്ഞക്കരുമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വലിയ ഷേപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി അതേപോലെ ശകലം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ബ്രെഡ് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് അതിൻ്റെ നടുവിലേക്ക് ഈ മുട്ട പകുതി മുറിച്ചതും കൂടെ വെക്കുക. പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് നല്ലൊന്ന് ബ്രെഡും കൊണ്ട് പൊതിഞ്ഞെടുക്കണം കേട്ടോ. നല്ല ഇങ്ങനെ ഉരുട്ടി പൊതിഞ്ഞെടുത്താൽ മതി. പിന്നെ നമ്മളത് പൊതിഞ്ഞ ഈ സാധനം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലൊന്ന് ഉരുട്ടി ബ്രെഡ് ക്രംസും കൊണ്ട് പൊതിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ എല്ലാ സാധനങ്ങളും മാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമ്മൾ എണ്ണ ചൂടായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ച എണ്ണയ്ക്കും കൂടെ ഇട്ടിട്ട് ഒന്ന് പതുക്കെ ചെറു തീയിലിട്ടിട്ട് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് മൊരിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സംഭവം പുറമെ നല്ല ക്രിസ്പി ആയിട്ടും എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചെറിയൊരു മധുരം ഒരു മുട്ടയുടെ എരിവും ഇതൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളുണ്ട്. ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കിങ്ങിണിക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാനും കിങ്ങിണിയും കട്ടൻ ചായയൊക്കെ വെച്ചിട്ട് ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.